പ്ലസ് 2 ഫിസിക്സിന്റെ ഫോക്കസ് ഏരിയാസിന് ഊന്നൽ നൽകിക്കൊണ്ട് 10 വീഡിയോസ് കൊണ്ട് പ്ലസ് 2 ഫിസിക്സ് പൂർണ്ണമായും തീർക്കുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് നന്നായി പഠിക്കുക. എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പൊ ഈ ചാപ്റ്ററിന് 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി. ബാക്കിയുള്ള വീഡിയോസും കാണണം. ബിലീവ് മീ, യു വിൽ ഗെറ്റ് എ പ്ലസ് ആൻഡ് ഫുൾ സ്കോർ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ്. ഒപ്റ്റിക്സിൽ 2 ചാപ്റ്റർ ഉണ്ട്, റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും. രണ്ടും നമ്മൾ ഒരു വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധിക ടോപ്പിക്കുകളൊന്നുമില്ല, എന്നാൽ കുറേ ടോപ്പിക്കുകൾ ഒഴിവായി പോയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ തുടങ്ങുന്നത് റിഫ്രാക്ഷൻ എന്ന കാര്യത്തിലാണ്. റിഫ്രാക്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ്സിൽ സ്പൂണൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചിത്രമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരുന്നില്ലേ? യെസ്. എന്തായിരുന്നു റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? കേൾക്ക്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 സർഫസുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ പ്രകാശം ഇവിടെ നിന്ന്, ഉദാഹരണത്തിന് എയറിൽ നിന്ന് പ്രകാശം വാട്ടറിലേക്ക് കടക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രകാശം ഇങ്ങനെ പോവേണ്ടിയിരുന്ന പ്രകാശം ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ വന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരു നോർമൽ വരയ്ക്കണം. ഇങ്ങനെ നോർമൽ വരയ്ക്കുക. അപ്പോൾ നോർമൽ വരച്ച് കഴിയുമ്പോൾ പ്രകാശം ഇങ്ങോട്ട് കടക്കുമ്പോൾ വളയും എന്നുള്ളതാണ് കൺസെപ്റ്റ്. സോ വാട്ട് ഈസ് റിഫ്രാക്ഷൻ? വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ലൈറ്റ് ബെൻസ്. ദിസ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, നമ്മളൊരു വാക്ക് വിട്ടുപോയി. വെൻ ലൈറ്റ് പാസസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം എന്നാണെങ്കിൽ പ്രകാശം ഇങ്ങനെ വരുമ്പോഴും വളയണം, എന്നാൽ അങ്ങനെ വരുമ്പോൾ വളയുന്നില്ല. അതുകൊണ്ട് ചെരിഞ്ഞ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെയാണ്? വെൻ ലൈറ്റ് പാസസ് ഒബ്ലിക്ലി ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ ലൈറ്റ് ബെൻസ്. ദിസ് ഈസ് കോൾഡ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ പ്രകാശത്തെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണൂല. പ്രകാശത്തെ ഇവിടെയാണോ പിന്നെ ഇവിടെയാണോ നോക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. ഇവിടെ എയർ റയറർ മീഡിയം, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയവും, വാട്ടർ ഡെൻസർ മീഡിയവുമാണ്, ഡെൻസിറ്റി കൂടിയ മീഡിയവുമാണ്. ഇതിനെ സംബന്ധിച്ച ഒരു റൂളുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കണം. അത് ദ റൂൾ ഈസ് ഡോക്ടർ ആൻ. എന്താ ഡോക്ടർ ആൻ എന്ന് വെച്ചാൽ? ഡെൻസർ ടു റയറർ എവേ ഫ്രം നോർമൽ. ഡെൻസർ ടു റയറർ എവേ ഫ്രം നോർമൽ. അപ്പോൾ ഇവിടെ റയറർ ടു ഡെൻസർ, അപ്പോൾ ടുവേർഡ്സ് ദ നോർമൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രകാശം ഇങ്ങനെ പോകുന്ന പ്രകാശം ഇങ്ങനെ ഇങ്ങോട്ട് വളയും, ഇങ്ങനെ വളയും. ശ്രദ്ധിച്ചോ? ഇങ്ങനെ വളയും. അപ്പം ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. അപ്പോൾ ഈ റിഫ്രാക്ഷനെ സംബന്ധിച്ച് 2 റൂൾസ് ഉണ്ട്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇത് ഇൻസിഡൻ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് നോർമൽ, ഇതെല്ലാം ഒരു പ്ലെയിനിലാണ് എന്നതാണ്. അതായത് ഇങ്ങനെ വന്ന് വീഴുന്ന പ്രകാശം ഇങ്ങനെ തന്നെ റിഫ്രാക്റ്റ് ചെയ്ത് പോകും, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടൊന്നും റിഫ്രാക്റ്റ് ചെയ്ത് വരില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അത് കൃത്യമായിട്ട് പഠിക്കണം. ആ റൂളിന് നമ്മൾ സ്നെൽസ് ലോ എന്നാണ് പറയാം. അത് ന്യൂട്ടനൊക്കെ വളരെ കാലത്തിന് മുന്നേ തന്നെ സ്നെൽ എന്ന ആളുണ്ടാക്കിയിട്ടുള്ളതാണ്. സ്നെൽസ് ലോ. എന്താ സ്നെൽസ് ലോ പറയുന്നത്? ഫോർ എ പെയർ ഓഫ് മീഡിയ ആൻഡ് ഫോർ എ കളർ ഓഫ് ലൈറ്റ്. കണ്ടീഷൻ കേൾക്കണേ, അത് വിട്ടുകളയുകയും ചെയ്യരുത്. സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ്. ആ കോൺസ്റ്റൻ്റ് എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒരു പുതിയ കോൺസ്റ്റൻ്റ് നമ്മൾ പഠിക്കുകയാണ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ ഒരു ഇൻഡെക്സ് ആണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ എത്ര റിഫ്രാക്ഷൻ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. ഇങ്ങനെയാണ്. സോ സൈൻ I ബൈ സൈൻ R ഈസ് ഈക്വൽ ടു N2A. N2A എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം എന്ന്.
അപ്പോൾ ഈ പെയർ ഓഫ് മീഡിയയ്ക്കാണ് ഇത് കോൺസ്റ്റൻ്റ് ആവുക. ഒരു പ്രത്യേക കളറിനും ഇതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇഫ് യു ടേക്ക് എ ഡിഫറെൻറ്റ് കളർ യു വിൽ ഹാവ് എ ഡിഫറെൻറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഒരു ഉദാഹരണം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. sin 30, ഉദാഹരണത്തിന് ഇവിടെ പ്രകാശം വീഴുന്നത് 30 ഡിഗ്രിയിലാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ sin 30 ഡിവൈഡഡ് ബൈ sin r ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം എന്ന് പറയുന്നത് ഇവിടെ വാട്ടറാണ്. ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. അത് 1.3 എന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 ആണ്. നമ്മൾ എന്താ ഈ 1.3 എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് അടുത്ത ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എത്രയാണ്? 1.3 എന്ന് ഓർത്തിരിക്കുക. ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ അത് പറഞ്ഞില്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? N2/N1 എന്നാണ്. ഇത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ എഴുതുക. അപ്പോൾ ഇത് 1.3 ഡിവൈഡഡ് ബൈ 1 എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ സൈൻ ആർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. സൈൻ ആർ ഈസ് ഈക്വൽ ടു sin 30 ഡിവൈഡഡ് ബൈ 1.3 sin 30 ഡിവൈഡഡ് ബൈ 1.3. ഇതിനെ നിങ്ങൾ ആറ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആർ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഈ കാര്യം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇറ്റ്സ് അറൗണ്ട് 20 ഡിഗ്രീസ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ കിട്ടുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്രയാണ്? 20 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് മൊത്തം 30 ആണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം എത്രയായിരിക്കും? ഇത് മാത്രം ഏതാണ്ട് 10 ഡിഗ്രിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെ പോവേണ്ടിയിരുന്ന പ്രകാശം, ദാറ്റ് ലൈറ്റ് ഹസ് ഡീവിയേറ്റഡ്, ഓക്കെ, ഓർ ബെൻഡിങ്. ഹൗ മച്ച് ഇറ്റ് ബെൻസ്? ഇറ്റ് ബെൻസ് ബൈ ആൻ ആംഗിൾ 10 ഡിഗ്രീസ്. അപ്പോൾ 10 ഡിഗ്രി ഇങ്ങോട്ട് ചെരിഞ്ഞു. ഓക്കണേ, ഇത് സംഭവിക്കുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫ്രം വെൻ ലൈറ്റ് പാസസ് ഫ്രം റയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഇനി നിങ്ങൾ നേരെ തിരിച്ച് പ്രകാശം ഇങ്ങനെ വീഴുന്നതായിട്ട് ഇതേ പ്രോബ്ലം ചെയ്ത് നോക്കിയാൽ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 20 ഡിഗ്രി ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രി എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് 10 ഡിഗ്രി ഡീവിയേഷൻ ആംഗിളും കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രകാശം പിന്നെ വളഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെ പ്രകാശം വളയുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. പ്രകാശം ശരിക്കും വളയും. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ സ്പൂണ്, നിങ്ങളൊരു സ്പൂണ് വെള്ളത്തിലിട്ട് നോക്കുക, അത് വളഞ്ഞിരിക്കുന്നത് കാണാം. വേറെ പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പുഴ കണ്ടുവന്നിരിക്കട്ടെ, ചെറിയൊരു തോട്, പുഴ വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു തോട്, ഓക്കെ, ഇങ്ങനെ അതിൻ്റെ തീരം. അപ്പം നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുവാണ്, ഞാൻ നോക്കുവാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു കല്ല്, ഒരു വെള്ളാരം കല്ല് നിങ്ങൾ കാണുകയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ വെള്ളാരം കല്ലിൽ നിന്ന് നേരെയുള്ള നോർമൽ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. വെള്ളാരം കല്ലിൽ നിന്ന് ഇങ്ങനെ വരുന്ന പ്രകാശം നിങ്ങളുടെ കണ്ണിൽ വീഴുന്നതാണ് വരയ്ക്കാൻ പോകുന്നത്. അവിടുത്തെ നോർമൽ വരച്ചു. ഇങ്ങനെ പോവേണ്ടിയിരുന്ന പ്രകാശമായിരുന്നു, അത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക്, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് എയറിലേക്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഈ നോർമലിൽ നിന്ന് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കണ്ണിൽ വന്ന് വീഴുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുക കല്ലിനെ കാണുക? ഇങ്ങനെ ഇവിടെ ആയിരിക്കുക കല്ലിനെ കാണുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ കല്ലിനെ കാണും നിങ്ങൾ. ഇതാണ് ആക്ച്വൽ ഹൈറ്റ്, വെള്ളത്തിൻ്റെ അളവ്. താഴെയുള്ള കല്ലല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ശരിക്കുമുള്ള ഹൈറ്റ് നിങ്ങൾ എച്ച് ആക്ച്വൽ ഇതാണ്. ഓക്കെ, ഇത് ഇവിടെയാണ് അതിൻ്റെ ഫ്ലോർ എന്നാണ് നിങ്ങൾക്ക് തോന്നുക. അപ്പോൾ ഇത്രയും ഹൈറ്റ് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എച്ച് അപ്പാരൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ തിയറി വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. എച്ച് അപ്പാരൻറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ആക്ച്വൽ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്.
ഓക്കെ, എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 1 മീറ്റർ ആഴമുള്ള പുഴയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്, അല്ല എത്ര ഡെപ്ത്ത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ n എത്രയാണ്? 1.3. ദിസ് ഈസ് അറൗണ്ട് 0.75 മീറ്റേഴ്സ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു തോട് കാണുന്നു. തോടിൻ്റെ അവിടെ ഒരു കല്ല് നിങ്ങൾ കാണുന്നു. കല്ല് ശരിക്കും ഇവിടെയാണല്ലേ, പക്ഷേ ഇവിടെയാണ് കല്ലെന്നാണ് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ റിഫ്രാക്ഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തോന്നുക. അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ വെള്ളത്തെ കല്ലിലേക്ക് ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി പോകും. നിങ്ങൾ ഇവിടേക്കാണ് ചവിട്ടുക, പക്ഷേ കല്ല് ശരിക്കും താഴെയാണ് ഉള്ളത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ 1 മീറ്റർ ആഴമുള്ള ഒരു തോട് നിങ്ങൾക്ക് 3/4 മീറ്റർ ആഴമുള്ളതായിട്ടേ തോന്നൂ. വെള്ളം നിങ്ങളെ പറ്റിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ചവിട്ടിക്കഴിയുന്ന സമയത്ത് നിങ്ങൾ ഞെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ചവിട്ടുന്നിടത്ത് കല്ലില്ല, കുറച്ചുകൂടെ താഴെയാണ് കല്ലുള്ളത്. സോ ഡീപ്പ് വാട്ടേഴ്സ് അപ്പിയർ ഷാലോ. ഷാലോ എന്ന് പറഞ്ഞാൽ എന്താ? ആഴം കുറഞ്ഞതായിട്ട് തോന്നും ഡ്യൂ ടു റിഫ്രാക്ഷൻ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. വെറുതെ രസകരമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഈ പടം നിങ്ങൾ വരയ്ക്കണം, സോ ദാറ്റ് ആ ചേഞ്ചസ് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി തിരിച്ചുള്ളൊരു പടവും കൂടെ വരയ്ക്കാം, അതും രസകരമാണ്. ഇങ്ങനെ പുഴ, ഓക്കെ, കര, നിങ്ങൾ അവിടെ നിൽക്കുന്നു. നിങ്ങളുടെ തലയിൽ നിന്ന് വരുന്ന ഒരു ലൈറ്റ് റേ, നൗ യു സീ ഇറ്റ് പാസസ് ഫ്രം എയർ ടു വാട്ടർ. ഇങ്ങനെ ഇങ്ങോട്ട് പാസ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ പോകുന്നതിന് പകരം ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ബെൻസ് റയറർ ടു ഡെൻസർ, ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ വന്നിട്ട് ഇവിടെയുള്ള ഒരു മീനിൻ്റെ കണ്ണിലേക്ക് വീഴും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? മീൻ കരുതുക നിങ്ങളുടെ തല ഇവിടെയാണെന്നാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ ഒരാളായിട്ടാണ് നിങ്ങൾ മീൻ കാണുക. അതുകൊണ്ടാണ് നിങ്ങളെ കാണുമ്പോൾ മീൻ ഓടിപ്പോകുന്നത്. മനസ്സിലായോ? ഇവിടെ അപ്പാരൻ്റ് ഹൈറ്റ് എന്ന് പറയുന്ന ഒറിജിനൽ ഹൈറ്റിനേക്കാളും കൂടുതലായിട്ട് തോന്നും. മീൻ ഓടുന്നത് നിങ്ങളുടെ വലിപ്പം കൂടുതൽ കണ്ടിട്ടാണോ? ആവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മീൻ ഉണ്ടായ നാൾ മുതൽ എല്ലാ വസ്തുക്കളെയും ഇങ്ങനെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഹൈറ്റ് എന്താണെന്നുള്ള കാര്യം, അല്ല നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത്, അങ്ങനെയല്ല മീൻ നിങ്ങളെ കാണുന്നത്. അതെങ്ങനെയുണ്ട് ഐഡിയ? വെരി ഗുഡ് നോ. അപ്പോൾ നിങ്ങൾ ഇതും വരച്ച് പഠിക്കണം. ആ മീഡിയത്തിലുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് എങ്ങനെയാണ് പ്രകാശം ബെൻഡ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കേ, ഈ സർഫസ് ഓഫ് സെപ്പറേഷൻ സ്ട്രെയിറ്റ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് സർഫസ് ഓഫ് സെപ്പറേഷനുള്ള പ്രകാശത്തിൻ്റെ ബെൻഡിങ്ങിന് ഒരു ഉദാഹരണം നമുക്ക് പഠിക്കാനുണ്ട്. അത് പ്രിസമാണ്. പരീക്ഷയ്ക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രിസം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം നന്നായിട്ട് എൻ്റെ കൂടെ വരച്ച് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ പ്രകാശത്തിൻ്റെ പ്രിസത്തിലുള്ള റിഫ്രാക്ഷൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇത്. അപ്പോൾ ഇങ്ങനെ പ്രിസം ഇങ്ങനെ, ഓക്കെ, പ്രിസത്തിലേക്ക് പ്രകാശം ഇങ്ങനെ വീഴുന്നു. ഇവിടെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോർമൽ വരയ്ക്കുന്നു. നോർമൽ പ്രകാശം പ്രിസം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു പോവേണ്ടിയിരുന്നത്. ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. പ്രകാശം ആക്ച്വലായി പാസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സോളിഡ് ലൈൻസും അങ്ങനെ പോവേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഡോട്ടഡ് ലൈൻസുമാണ് വരയ്ക്കുക. അപ്പം ഹിയർ ഇറ്റ് ഈസ് എ പാസേജ് ഫ്രം എയർ ടു ഗ്ലാസ്, മീൻസ് ഫ്രം എ റയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം. സോ ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. അങ്ങനെ പ്രകാശം ഇങ്ങനെ വീണു എന്നിരിക്കട്ടെ. അപ്പം പി ക്യു ആർ, പ്രകാശം ഇവിടെ എത്തി. ഇനി ഇവിടെ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നോർമൽ വരയ്ക്കണം നമ്മൾ. ഇതാ ഞാൻ നോർമൽ വരച്ചു. ഓക്കെ,
ആ നോർമലുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്തെ ഞാൻ N എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ പ്രകാശം ഇങ്ങനെ ആയിരുന്നു പോവേണ്ടിയിരുന്നത്. അത് ഇറ്റ് ഈസ് എ പാസേജ് ഫ്രം ഗ്ലാസ് ടു എയർ, മീൻസ് ഫ്രം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം, മീൻസ് ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇങ്ങനെ പ്രകാശം പുറത്തേക്ക് വരും. ചിത്രം നന്നായിട്ട് വരച്ച് പഠിക്കണം. അപ്പോൾ പ്രകാശത്തിൻ്റെ 2 റിഫ്രാക്ഷനുണ്ട് പ്രിസത്തിൽ. ഇത് ഒന്നാമത്തെ റിഫ്രാക്ഷൻ, ഇത് രണ്ടാമത്തെ റിഫ്രാക്ഷൻ. ഓക്കെ, ഈ പ്രിസത്തിൻ്റെ ആംഗിൾ നമ്മൾ സാധാരണ എ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇത് ഒന്നാമത്തെ റിഫ്രാക്ഷൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I1, ഇത് R1, ഇത് രണ്ടാമത്തെ റിഫ്രാക്ഷനാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞില്ലേ, അങ്ങോട്ട് പ്രകാശം പോകുന്ന അതേ രീതിയിൽ പ്രകാശം തിരിച്ചും വരുമെന്ന് പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് നമ്മളതിന് പറയാം. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് വിടുന്നതെങ്കിൽ പ്രകാശം ഇവിടെ തിരിച്ചു വരും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ റിഫ്രാക്ഷനെ നമ്മൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് എടുക്കുക. ശ്രദ്ധിക്കണേ, ഇത് R2. ചിത്രം നന്നായിട്ട് വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ പ്രകാശം പുറത്തേക്ക് എമർജ് ചെയ്യും. അപ്പം ഇങ്ങനെ ഇത്രയും ആംഗിൾ ശ്രദ്ധിക്കണേ, അത് ഇത്രയും ആംഗിളാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അപ്പോൾ ഇങ്ങനെ പോയിരുന്ന പ്രകാശം ഇപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി ഡീവിയേറ്റ് ചെയ്തിട്ട് പ്രകാശം പുറത്തേക്ക് വരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിസം പ്രകാശത്തിന് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രിസം പ്രകാശത്തിൽ ഡീവിയേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഡെറിവേഷനിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ പ്രകാശം ഡീവിയേറ്റ് ചെയ്യുന്നത് എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ ഗ്ലാസിൻ്റെ, അതായത് ഈ പ്രിസം ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ടാക്കും. അതാ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ പടം വരയ്ക്കണം. ഓക്കെ, ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നിങ്ങൾക്ക് AQNR എന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. AQNR. അതിൽ നോക്കിയാൽ ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിളും 90 ആണ്. അതായത് Q എന്ന ആംഗിൾ 90 ആണ്, R എന്ന ആംഗിളും 90 ആണ്. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. മൊത്തം 360 ആണ്. അതിൽ രണ്ടെണ്ണം 90 ഈച്ച് ആയതുകൊണ്ട് ബാക്കി രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ആവണം. ഇനി ഫ്രം ട്രയാങ്കിൾ QRN എന്ന ട്രയാങ്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ N ഇസ് ഈക്വൽ ടു 180 ഡിഗ്രീസ് എന്ന് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിലെ ആംഗിൾ എല്ലാം കൂടെ കൂട്ടിയാൽ 180. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു A എന്ന് കിട്ടും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രം ദ ഫിഗർ R1 പ്ലസ് R2 ഈസ് ഈക്വൽ ടു A എന്നും എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് വേണം. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ കാര്യം നോക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ ട്രയാങ്കിൾ എടുക്കുക. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുന്നുണ്ട്, നോക്കണേ. ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ട്രയാങ്കിളിനെ സംബന്ധിച്ച് D എന്നത് ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും ഈ ഡബിൾ മാർക്ക്ഡ് ആംഗിളുകൾ കൂട്ടുന്നതായിരിക്കുമല്ലോ ഇത് എന്ന് പറയുന്നത്. ഇനി ഈ ആംഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് മൊത്തം I1 ആണ്, ഇത്രയും ഇടം R1ഉമാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 മൈനസ് R1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡിക്ക് നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് എ സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് I1 മൈനസ് R1, I1 മൈനസ് R1. ഇത് സ്വാഭാവികമായിട്ടും I2 പ്ലസ് ആണ്, ഇതിൻ്റെ കൂടെ കൂട്ടണം, പ്ലസ് I2 മൈനസ് R2. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു
I1 പ്ലസ് I2 മൈനസ് R1 പ്ലസ് R2 എന്ന് വരും. R1 പ്ലസ് R2 എന്താണ്? എ ആണ്. അപ്പോൾ ഡീവിയേഷന് നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എന്താണ് ഇക്വേഷൻ? I1 പ്ലസ് I2 മൈനസ് എ. ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന കാര്യം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പ്രിസം പ്രകാശത്തിന് എത്ര ഡീവിയേഷൻ ഉണ്ടാക്കുന്നു എന്ന കാര്യം ഏത് ആംഗിളിലാണ് പ്രിസം വീഴുന്നത്, അല്ല ഏത് ആംഗിളിലാണ് എമർജ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്, രണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിതിനെ ബന്ധിപ്പിച്ച ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇതും പ്രധാനപ്പെട്ട ഗ്രാഫാണ്, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയും ഡീവിയേഷനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രാഫ് വരയ്ക്കുക നമ്മൾ. അപ്പോൾ ആക്ച്വലായിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ഈ ഗ്രാഫ് വരച്ചേരെ. അപ്പോൾ നമ്മൾ വരച്ചാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നറിയോ? ഇങ്ങനെയാണ് ഈ ഗ്രാഫ് കിട്ടുക. എന്താ ഈ ഗ്രാഫിനർത്ഥം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറഞ്ഞിരിക്കുമ്പോൾ ഡീവിയേഷൻ കൂടുതലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഡീവിയേഷൻ കുറഞ്ഞ് ഒരു മിനിമം ആകും. ആ മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷനെ നമ്മൾ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ക്യാപിറ്റൽ ഡി എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താണെന്നറിയോ? ഇതും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഡീവിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന I1 രണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസുകൾ ഉണ്ട്, I2. അതാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വരാൻ കാരണം. ഇനി I1ഉം I2ഉം ഈക്വൽ ആകുന്ന സമയത്തുള്ള ഡി ആണ് ക്യാപിറ്റൽ ഡി, അല്ല മിനിമം ഡീവിയേഷൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മിനിമം ഡീവിയേഷൻ പൊസിഷനിൽ, അതായത് ഇഫ് I1 ഈസ് ഈക്വൽ ടു I2, അപ്പോൾ R1 ഈസ് ഈക്വൽ ടു R2 ആയിരിക്കും. അത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതും തുല്യമാണെങ്കിൽ ഇതും തുല്യമായിരിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ I എന്നും ഇതിനെ നമ്മൾ R എന്നും എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 2I മൈനസ് എ, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2 എന്ന് കിട്ടും. അതേപോലെ ഇതിനകത്ത് R1ഉം R2ഉം ഈക്വൽ ആണെങ്കിൽ R1 R പ്ലസ് R2R ഈസ് ഈക്വൽ ടു എ, അപ്പോൾ R ഈസ് ഈക്വൽ ടു എ ബൈ 2 എന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോയിലേക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? സ്നെൽസ് ലോ എന്തായിരുന്നു? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ഇറ്റ് ഈസ് സൈൻ എ പ്ലസ് ഡി ബൈ 2. ഞാൻ എഴുതി നോക്കിക്കേ, എയും ഡിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണമെന്നാണ്. ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനുള്ള ഇക്വേഷൻ കിട്ടി. നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ദ പ്രിസം എയും ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡിയും അറിയാമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഇതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ അപ്പോൾ പറഞ്ഞു പഠിക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം n ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്ന് പറഞ്ഞ് പഠിക്കുക. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ആ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പ്രിസത്തിനെ സംബന്ധിച്ച് അതിന്, ഇപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ മിനിമം ഡീവിയേഷൻ ആംഗിൾ ഒരു 35 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആ പ്രിസത്തിന് 35 ഡിഗ്രിയും അതിൽ കൂടുതലുള്ള ഡീവിയേഷൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിൽ കുറഞ്ഞ ഡീവിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ആ കുറഞ്ഞ ഡീവിയേഷൻ, അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ ഡീവിയേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ അത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്താം. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ഇത് ഒരു സ്ട്രെയിറ്റ് എഡ്ജിലുള്ള റിഫ്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി കർവ്ഡ് എഡ്ജിലുള്ള റിഫ്രാക്ഷനെ കുറിച്ച് നമ്മൾ പറയും. അതെന്തിനായിരിക്കും നമ്മൾ പറയുന്നത്? അത് ലെൻസുകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക്ക്. അപ്പോൾ കർവ്ഡ് എഡ്ജിലുള്ള റിഫ്രാക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ ചെയ്യുക, ഒരു ഗ്ലാസ് കൊണ്ടുള്ള സ്ഫിയർ സങ്കല്പിക്കുക. ഗ്ലാസ് കൊണ്ടുള്ള സ്ഫിയർ, അതിൻ്റെ സെൻറ്റർ ഇതാണ്. ഇങ്ങനെ സെൻറ്ററിൽ കൂടിയുള്ളൊരു ആക്സിസ് സങ്കല്പിക്കുക. അതിൻ്റെ മുന്നിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ പോവേണ്ടിയിരുന്ന റേ ഓഫ് ലൈറ്റാണ് അത്. ഇത് ഞാൻ വരച്ച് തീർന്നിട്ട് എങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ പ്രകാശം എങ്ങനെയാണ് പോകുന്നത്? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ്. റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ്. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ നിന്ന് N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലേക്കാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതണം. ഓക്കെ. ഇനി പ്രകാശത്തിൻ്റെ ബെൻഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ വരയ്ക്കുകയാണ്. ഇതാണ് നോർമൽ. ഇനി നോക്കുക, റെയറർ ടു ഡെൻസർ ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ പ്രകാശം ഇങ്ങനെ വരും. ഇവിടെ നിന്ന് വരുന്ന ഒരു പ്രകാശം ഉണ്ടെങ്കിൽ നേരെ ആയിരിക്കും പോവുക. ആ രണ്ട് പ്രകാശ രശ്മികളും കൂടെ കൂട്ടിമുട്ടുന്ന ഇവിടെയായിരിക്കും ഇമേജ് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, ഇത്രയും പടം ശ്രദ്ധിച്ച് വരയ്ക്കണം. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇത് സെൻറ്റർ C. ഇത് M എന്ന പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുന്നു. ഇത് N ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, MN എന്ന് പറയുന്ന ഈ ദൂരം വളരെ ചെറുതായിരിക്കും. ഒരു ലെൻസിനെ ഒരു ക്യാമറയിലോ എവിടെയെങ്കിലും ആക്ച്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം ആ ലെൻസിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ പ്രകാശത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതിങ്ങനെ ഒരു ചെറിയ ഭാഗമായിരിക്കും. ഇത് ലെൻസിൻ്റെ ഫ്രണ്ടായിട്ട് വരേണ്ടതാണ്. ബാക്കി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഈ ദൂരത്തെ നമ്മൾ U എന്ന് എടുക്കുന്നു. എമ്മിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കുക. പിന്നീട് ഇത് ലെൻസായി മാറുമ്പോൾ M അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ, ജോമെട്രിക് സെൻറ്റർ ആവേണ്ട പോയിൻ്റാണ്. ഇനി എമ്മിൽ നിന്ന് സെൻറ്റർ വരെയുള്ള ഈ ദൂരം ക്യാപിറ്റൽ R. എമ്മിൽ നിന്ന് ഇമേജ് വരെയുള്ള ഈ ദൂരം സ്മോൾ v. ഇനി ചില ആംഗിളുകളും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഈ ആംഗിൾ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇത് MN ഡിവൈഡഡ് ബൈ ആർക്ക് ബൈ റേഡിയസ് എന്ന രീതിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ സെൻറ്റർ ഉൾക്കൊള്ളുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് MN ഡിവൈഡഡ് ബൈ R ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് MN ഡിവൈഡഡ് ബൈ U ആയിരിക്കും. ദൂരങ്ങളും പടവും കൃത്യമായിട്ട് വരച്ച് മനസ്സിലാക്കണം. ഈ ആംഗിൾ I നമുക്ക് ഇങ്ങനെ എഴുതാം. I is equal to, we are interested in I and we will be interested in R because we need them in Snell's law. So I is equal to, ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച് ട്രയാങ്കിൾ ONC എന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്, വിച്ച് ഷുഡ് ബി ദ സം ഓഫ് ദീസ് ടു ഇൻറ്റീരിയർ ആംഗിൾസ്. ദാറ്റ് മീൻസ് I must be equal to MN ഡിവൈഡഡ് ബൈ U പ്ലസ് MN ഡിവൈഡഡ് ബൈ R. ഓക്കെ. അതേപോലെ R, ഈ ട്രയാങ്കിൾ നോക്കുക, CNI. ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ C എന്നത് ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ്. സോ യു ക്യാൻ ഇമ്മീഡിയറ്റ്ലി റൈറ്റ് C is equal to R പ്ലസ് I എന്ന് എഴുതാം. ഓക്കെ. അങ്ങനെയാണ് R എന്ന് പറയുന്നത് C മൈനസ് I ആയിരിക്കും.
So I write R here. R is equal to Mn divided by R minus Mn divided by V. Okay. ഇനി സ്നെൽസ് ലോ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. സ്നെൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഈ ഐയും ആറും വളരെ ചെറുതാണെങ്കിൽ സൈൻ ഐയെ നിങ്ങൾക്ക് ഐ എന്നെടുക്കാം. മീൻസ് N1 ഇൻറ്റു ഐ ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു ആർ. ഓക്കെ. അപ്പോൾ ഐ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. N1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നോക്കിക്കേ, ഇത്രയും ഭാഗം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/u പ്ലസ് 1/r ഇസ് ഈക്വൽ ടു, ഞാൻ എൻ എഴുതിയിട്ടില്ല കേട്ടോ, ബോധപൂർവ്വം എഴുതാത്തതാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. N2 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ്? 1/r മൈനസ് 1/v എന്ന് ഞാൻ എഴുതി. ഇവിടുന്ന് Mn പുറത്തെടുത്തു, ഇവിടുന്ന് പുറത്തെടുത്തു, ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ആശയം മനസ്സിലായില്ലേ? ഇനി അടുത്ത ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആറിൻ്റെ ടേംസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, യുവും വിയും ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താ ബാക്കി ഉണ്ടാവുക? N2 ബൈ വി പ്ലസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു, ബാക്കിയുള്ള ടൈംസിനെ അപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ ആർ, ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതുന്നു. നോക്കിക്കേ, ഇതാണ് പ്രകാശം ഒരു കർവ്ഡ് എഡ്ജിൽ റിഫ്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ. എന്ന് വെച്ചാൽ യു ദൂരത്തൊരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണെങ്കിൽ ഇമേജ് വി ദൂരത്തുണ്ടാകും. ഈ ഇക്വേഷൻ അനുസരിച്ച് ഒരു കർവ്ഡ് എഡ്ജിൽ ആറാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എങ്കിൽ ഇതിനെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു കാര്യം കൂടെ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് ഈ ഇക്വേഷനിൽ. അതെന്താണെന്നറിയോ? ഈ യു വി ആർ ഈ ദൂരങ്ങളെ നമ്മളൊരു സൈൻ കൺവെൻഷൻ അനുസരിച്ച് ചിഹ്നമിടുന്ന രീതിയുണ്ട്, അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണെന്നറിയോ? N2 ബൈ വി മൈനസ് N1 ബൈ യു ഇസ് ഈക്വൽ ടു N2 മൈനസ് N1 ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമ്മൾ എഴുതുക. എന്താ മാറ്റം വരുത്തിയത്? ഈ സെക്കൻഡ് ടേം യു എന്ന ടേം മൈനസ് ആക്കി മാറ്റി. എന്തുകൊണ്ടാണ് മൈനസ് ആക്കിയതെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എം വിൽ ബിക്കം ദി ഒപ്റ്റിക് സെൻറ്റർ വൺസ് വി മേക്ക് എ ലെൻസ് ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ എമ്മിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കുന്ന ദൂരങ്ങൾ, അതായത് യു, മൈനസ് ആയിട്ട് എടുക്കണം. റൈറ്റിലേക്ക് എടുക്കുന്ന ദൂരങ്ങൾ, അതായത് ആറും വിയും, പ്ലസ് ആയിട്ട് എടുക്കണം. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. നമുക്ക് വേണേൽ ജനറലൈസ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ എഴുതാം: റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് is equal to refractive index of the second minus refractive index of the first divided by radius. അങ്ങനെ വേണമെങ്കിൽ ഒരു ജനറൽ ഇക്വേഷനായിട്ട് നമുക്കതിനെ ഓർത്തിരിക്കാം. ഇനി നോക്കുക, നമ്മളൊരു ലെൻസിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ഗ്ലാസ് സ്ഫിയറിൽ നിന്ന് ഇങ്ങനെ ഇത്രയും ഭാഗത്തെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആവും അത്. അപ്പോൾ ഇതാണ് ലെൻസ് ആവേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ഇവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ രണ്ടാമത് ഒരു റിഫ്രാക്ഷനും കൂടെ സംഭവിക്കും, അത് ഈ ജനറൽ ആശയം ഉപയോഗിച്ചിട്ട്. ഓക്കെ. അപ്പോൾ പ്രകാശത്തിന് ലെൻസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ രണ്ട് റിഫ്രാക്ഷന് ഈ ജനറൽ റൂൾ അപ്ലൈ ചെയ്ത് നോക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതി പഠിക്കണം. ഈ ചിത്രം പ്രത്യേകിച്ച് വരച്ച് പഠിക്കണം.
ഓക്കെ, ലെൻസിൽ എന്താണ് പ്രകാശത്തിന് സംഭവിക്കുന്നത് നോക്കുക. അപ്പോൾ ലെൻസ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇത് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്ന് പ്രകാശം ഇങ്ങോട്ട് വന്ന് വീഴുന്നു, ഒന്നാമത്തെ ഫേസിൽ വീഴുന്നു. ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, അതായത് ഇവിടെയുള്ള റിഫ്രാക്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നില്ല. അവിടുന്ന് പ്രകാശം ഇങ്ങനെ വീഴേണ്ടതായിരുന്നു. പക്ഷേ അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജ് ഇവിടെയാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവില്ല. കാരണം രണ്ടാമത്തെ ഫേസിലേക്ക് വീഴുമ്പോൾ അവിടെ നിന്ന് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ നമ്മൾ ഇത് ഡോട്ടഡ് ലൈനാക്കി മാറ്റുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ ഡോട്ടഡ് ലൈനാക്കി മാറ്റുന്നു. പ്രകാശം യഥാർത്ഥത്തിൽ അതിനെ പോകുന്നില്ല. ഇവിടേക്ക് പ്രകാശം വന്നിട്ട് റിഫ്രാക്റ്റ് ചെയ്തിട്ട് ഇവിടെയാണ് ഫൈനൽ ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒന്നാമത്തെ റിഫ്രാക്ഷൻ്റെ ഇമേജാണ് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ്. എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ റിഫ്രാക്ഷൻ്റെ ഇമേജാണ് രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് റിഫ്രാക്ഷൻ ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി സെക്കൻഡ് റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ ദൂരങ്ങൾ മാർക്ക് ചെയ്യുന്നത് നോക്കുക. ഇതാണ് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ലെൻസിനെ സംബന്ധിച്ച്. ഇവിടെയാണ് ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജ് ഉണ്ടായത്, P1, ഫസ്റ്റ് റിഫ്രാക്ഷൻ ഓവർ. നൗ രണ്ടാമത്തെ റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റ് ഇതാണെന്നാണ് പറഞ്ഞത്, അവിടെ ഉണ്ടാകുമായിരുന്ന ഇമേജ്. സോ ദിസ് ഈസ് U2. ഓക്കെ, ഇനി ഈ ദൂരം, ഇതാണ് ഫൈനൽ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇനി റിഫ്രാക്ഷൻ നടക്കുന്നതോ, ഒന്നാമത്തെ റിഫ്രാക്ഷൻ N1-ൽ നിന്ന് N2-ലേക്ക്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക്. രണ്ടാമത്തെ റിഫ്രാക്ഷനോ N2-വിൽ നിന്ന് N1-ലേക്ക്, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്ഷൻസിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ റിഫ്രാക്ഷന് നമ്മൾ ഈ ആശയം ഉപയോഗിച്ചിട്ടാണ് എഴുതുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് is equal to refractive index of the second minus refractive index of the first divided by radius of curvature. ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണെന്ന് ഞാൻ സങ്കല്പിച്ചു. ഇനി രണ്ടാമത്തെ റിഫ്രാക്ഷൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചെഴുതണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം N1 divided by image distance, that is EV, minus refractive index of the first, that is N2, divided by object distance, അത് U2 ആണ്. ഇത് രണ്ടും തുല്യമാണ് നമുക്കറിയാലോ. So I am writing it as V1 minus or equal to refractive index of the second, that is N1, മൈനസ് N2 ഡിവൈഡഡ് ബൈ R2. ഈ രണ്ടാമത്തെ സൈഡിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആയിട്ട് ഞാൻ സങ്കല്പിക്കുന്നു. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് റൈസ് ചെയ്യുന്നു. ഈ രണ്ട് റിഫ്രാക്ഷനും സംഭവിക്കുന്നത് ഒരു റേ ഓഫ് ലൈറ്റിനാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് നോക്കിക്കേ, ഇതും ക്യാൻസലായി. ബാക്കിയുള്ളത് N1 into 1/V minus 1/U is equal to, ഇവിടുന്ന് N1 പുറത്തെടുത്ത പോലെ ഞാൻ ഇവിടുന്ന് എന്താ പുറത്തെടുക്കുക എന്നറിയോ? N2 മൈനസ് N1 പുറത്തെടുക്കുന്നു. സോ ഇറ്റ് ഈസ് N2 മൈനസ് N1 അത്രയും പുറത്തെടുത്തു.
ഇൻറ്റു ഇവിടെ 1/r1 ഉണ്ട്, -1/r2 ആയിരിക്കും ഉണ്ടാവുക. സോ ഇറ്റ് ഈസ് 1/r1 -1/r2. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. 1/v -1/u is equal to n2 minus n1 divided by n1 into 1/r1 minus 1/r2. ഇതാണ് രണ്ട് റിഫ്രാക്ഷനും കൂടെ ചേരുമ്പോൾ ഉള്ള കാര്യം. ഇനി നോക്കുക. അപ്പോൾ നമുക്ക് ലെൻസ് കിട്ടി. ലെൻസിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും യു, അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥാനം ഇൻഫിനിറ്റി ആക്കി മാറ്റുകയാണെങ്കിൽ ഇമേജ് ഉണ്ടാകുന്ന ദൂരം ഫോക്കൽ ലെങ്ത് ആണെന്ന് നിങ്ങൾക്കറിയാം. അതായത് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പോൾ ഇമേജ് ഉണ്ടാകുന്ന ദൂരം, സോ 1/f, ഇത് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് 0 ആയിപ്പോവും. 1/∞ ഈസ് 0. സോ 1/f ഈസ് ഈക്വൽ ടു n2 minus n1 divided by n1 into 1/r1 minus 1/r2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നോക്കിക്കേ, നിങ്ങളൊരു ലെൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറുകളും ആ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അനുസരിച്ചിട്ടായിരിക്കും ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. n1 അതിരിക്കുന്ന മീഡിയത്തിൻ്റെ, ഇവിടെ എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അതിരിക്കുന്ന മീഡിയത്തിനനുസരിച്ചിട്ട് കൂടിയാണ് ഉണ്ടാവുക. എയർ ആണെങ്കിൽ n1 1 ആയിരിക്കും. അപ്പോൾ n2 minus 1 divided by 1 എന്നായിരിക്കും നമ്മൾ ഫോർമുല എഴുതുക. എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലെൻസ് ഇരിക്കുന്നത് വെള്ളത്തിലാണെന്നിരിക്കട്ടെ. അപ്പോൾ n1 1ന് പകരം 1.3 ആയി. അപ്പോൾ 1ന് പകരം ഇത് 1.3 ആയാൽ ഇത് കൂടിയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എഫും കൂടും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇഫ് യു സബ്മേർജ് എ കോൺവെക്സ് ലെൻസ് ഇൻ വാട്ടർ, ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്. കറക്റ്റ്? ആശയം മനസ്സിലായോ? ഇനി നിങ്ങൾ നോക്കിക്കേ, n1 n2നേക്കാളും കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പാർട്ട് നെഗറ്റീവ് ആകും. ഫോക്കൽ ലെങ്ത് അപ്പം നെഗറ്റീവ് ആകും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ആകും. ആശയം മനസ്സിലായോ? ഓ, അപ്പം ഇങ്ങനെയാണ്. ഈ n1ൻ്റെ രീതിക്കനുസരിച്ചിട്ട് കൂടെയാണ് ആ കോൺവെക്സ് ലെൻസിൻ്റെ അല്ല ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. n1 എയർ ആണെങ്കിൽ ഇത് കോൺവെക്സ് ലെൻസ് ആകും. n1ഉം n2ഉം ഈക്വൽ ആണെങ്കിൽ ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആവും. ഓക്കെ ഓക്കെ. ഇനി n1 n2നേക്കാൾ കൂടുതലാണെങ്കിൽ ഇതൊരു കോൺവെക്സ് ലെൻസ് ആവും. ഓക്കെ. അപ്പോൾ ശരിക്കും ഫോക്കൽ ലെങ്ത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് അറിഞ്ഞാൽ മാത്രമേ ലെൻസിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ വി സേ ദിസ് ഈസ് ദ ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ. എന്താണ് ലെൻസ് മേക്കേഴ്സ് ഇക്വേഷൻ? ഈ രണ്ട് ഇക്വേഷനെ ലെഫ്റ്റ് സൈഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 1/v minus 1/u is equal to 1/f. ഇത് ലെൻസിൻ്റെ ദൂരങ്ങൾ തമ്മിലുള്ള ഇക്വേഷനാണ്. സോ വി കോൾ ദാറ്റ് ആസ് ദ ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ പരീക്ഷയ്ക്ക് രണ്ട് കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത്തരം രണ്ട് ലെൻസുകളെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണെന്നാണ്. അത് നമുക്ക് വേഗത്തിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ രണ്ട് ലെൻസുകളെ കമ്പൈൻ ചെയ്യാനിരിക്കട്ടെ. ഒരു ലെൻസ്, അടുത്ത ലെൻസ്. ഇങ്ങനെ രണ്ട് ലെൻസുകളെ കമ്പൈൻ ചെയ്താൽ ഈ രണ്ട് ലെൻസും കൂടെ ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. 1/v minus 1/u is equal to 1/f എന്ന്. ഓക്കെ.
ഇവിടെ 2 ലെൻസ് ഉണ്ട്, ലെൻസ് 1 ലെൻസ് 2. ഇതതിൻ്റെ കോമൺ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇവിടെ നിങ്ങളൊരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണെങ്കിൽ പ്രകാശം ഇവിടെ വരുന്നു, എന്നിട്ട് ഇവിടുന്ന് ഒന്നാമത്തെ ലെൻസ് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ലെൻസ് ഒരു ഇമേജ് ഉണ്ടാക്കും. അത് ഇവിടെയാണ് ഉണ്ടാകുന്നതെന്ന് സങ്കല്പിക്കുക. അതിനവിടെ ഉണ്ടാവാൻ കഴിയില്ല, കാരണം രണ്ടാമതൊരു ലെൻസ് ഉണ്ട്. അതുകൊണ്ട് ആക്ച്വലായ ഇമേജ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇമേജ് ഓഫ് ദി കോമ്പിനേഷൻ. ഇവിടെയാണ് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് ലെൻസ്. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കുക, ദൂരങ്ങൾ നോക്കണേ. ഇത് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇത് ഒന്നാമത്തെ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജ് ഡിസ്റ്റൻസ്. ഈ ഇമേജാണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ്. എഴുതിയത് മനസ്സിലായോ? ഇതാണ് ശരിക്കുമുള്ള ഇമേജ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ലെൻസിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പോവുകയാണ്. സോ ഫോർ ദി ഫസ്റ്റ് ലെൻസ് 1/v1 ആ ഇക്വേഷനാണ് എഴുതുന്നത്. -1/u is equal to 1/f. ഈ രീതിയിൽ ഈ ലെൻസിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി ഫോർ ദി സെക്കൻഡ് ലെൻസ് 1/ഇമേജ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 1/v മൈനസ് 1/ അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u2 ആണ്, അത് v1 ആണ്, is equal to 1/f2. ഇത് 1/f1 എന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ രണ്ടും കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് ഈ കോമ്പിനേഷൻ്റെ ഇഫക്റ്റ് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഈ ടേമും ക്യാൻസലായി പോവും. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/v മൈനസ് 1/u is equal to 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിപ്പോൾ ഈ ഇക്വേഷൻ പോലെയായി. ദാറ്റ് മീൻസ് 1/f ദ ഇഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് is equal to 1/f1 പ്ലസ് 1/f2. ഓക്കെ, ഇനി 1/f എന്ന കാര്യത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നോക്കുക, നിങ്ങൾ ഒരു ലെൻസിനെ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന പ്രകാശം ഈ ലെൻസിന് ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിലെ ഈ പോയിൻറ്റിലേക്കും ഫോക്കസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും ഫോക്കസ് ചെയ്യിക്കാം. അത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അനുസരിച്ചിട്ടാണ്. ഈ ലെൻസ് പ്രകാശത്തെ ഇവിടേക്കാണ് ഫോക്കസ് ചെയ്യിക്കുന്നത് എങ്കിൽ ഇവിടെ ചെയ്യിക്കുന്നതിനേക്കാളും പവർ ഉണ്ടെന്ന് നമ്മൾ പറയാം. എന്താണ് പവർ? അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണല്ലോ. ഫോക്കൽ ലെങ്ത് കൂടുകയാണെങ്കിൽ പവർ കുറവാണെന്നൊരു കൺസെപ്റ്റ് ഒപ്റ്റിക്സിലുണ്ട്. അപ്പോൾ നമ്മൾ പവർ ഓഫ് ദ ലെൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നറിയോ? പവർ P is equal to 1/f എന്ന് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം, ഇങ്ങനെ എഴുതുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എഫ് മീറ്ററിൽ ആയിരിക്കണം. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡയോപ്റ്റർ എന്നാണ് വരിക. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്ററാണ്. അപ്പോൾ 1/f എന്ന് പറഞ്ഞാൽ ശരിക്കും പവറാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുമ്പോൾ പവർ കുറവാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഒപ്റ്റിക്സിലുണ്ട്. അപ്പോൾ ഇത് വേണേൽ നമുക്ക് പവർ ഓഫ് ദ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു പവർ ഓഫ് ദ ഫസ്റ്റ് ലെൻസ് പ്ലസ് പവർ ഓഫ് ദ സെക്കൻഡ് ലെൻസ് എന്ന് എഴുതാവുന്നതാണ്. ഇനി ഇമേജ് ഫോർമേഷനെ സംബന്ധിച്ച് ഈ കുറേ ലെൻസുകൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിൻ്റെ സൈസിനെ കുറിച്ച് പഠിക്കാനുള്ള നമുക്കുള്ള കാര്യമാണ് മാഗ്നിഫിക്കേഷൻ. അതിങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ആണ് നമ്മൾ ഈ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മാഗ്നിഫൈ ചെയ്യുന്ന ഇമേജിനെ വീണ്ടും ഇത് മാഗ്നിഫൈ ചെയ്യും. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ
ഇൻറ്റു മാഗ്നിഫിക്കേഷൻ ഓഫ് സെക്കൻഡ് വൺ. ഇവിടെയൊക്കെ തന്നെ ഈ രണ്ട് ഇക്വേഷനിലും കൂടുതൽ ലെൻസുകൾ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേവ് ഒപ്റ്റിക്സ് എന്ന കാര്യമാണ്. ഇവിടെ എന്താ വ്യത്യാസം എന്നറിയോ? റേ ഒപ്റ്റിക്സ് എന്ന് പറയുമ്പം പ്രകാശം കോർപ്പസിൽസായിട്ട് പാർട്ടിക്കിൾസായിട്ട് പോകുന്നു എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ്. അടുത്ത ചാപ്റ്റർ നമ്മൾ പറയുന്നത് പ്രകാശം വേവ് ആണ് എന്നാണ്. ക്രിസ്റ്റ്യൻ ഹൈജൻസിൻ്റെ ആശയമായിരുന്നു അത്. നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രകാശത്തിൻ്റെ വേവ് തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക ഇങ്ങനെ, അപ്പോൾ അതിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും പ്രകാശം ഇങ്ങനെ തരംഗങ്ങളായിട്ട് പോകുന്നു എന്നാണ് പറയുക. അപ്പോൾ ഒരു തരംഗത്തിൻ്റെ ഇത് നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങുന്ന ഒരു ഫേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ആയിരിക്കും ഈ പറയുന്ന സർക്കിൾ. ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ എല്ലാ പോയിൻറ്റും അങ്ങനെ ആയിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 3 ഡയമെൻഷനാണ് അത്. എന്ന് വെച്ചാൽ ഈ പോയിൻറ്റിൽ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 5 സെക്കൻഡ് കഴിയുമ്പോൾ പ്രകാശം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ 5C എന്ന് പറയുന്ന ആ സ്ഫിയർ ഉണ്ടല്ലോ, അത് ഒരേ ഫേസിലുള്ള പോയിൻറ്റുകളുടെ ഒരു കളക്ഷനായിരിക്കും. അതിനെ അദ്ദേഹം ഒരു വേവ് ഫ്രണ്ട് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇത് വേവ് ഫ്രണ്ട് അറ്റ് 5th സെക്കൻഡ്, 5ാമത്തെ സെക്കൻഡിലെ വേവ് ഫ്രണ്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ എന്താ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഒരേ ഫേസിലുള്ള പോയിൻറ്റുകളുടെ കളക്ഷനാണ്. വേവ് ഫ്രണ്ട് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ആർ അറ്റ് ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അല്ലെ, വേവ് ഫ്രണ്ട് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫേസ് സർഫസ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രകാശം. ഇനി നമ്മൾ കാണുന്നത് എല്ലായിടത്തും പ്രകാശം ഫില്ല് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് 100 വേവ് ഇങ്ങനെ ഞാൻ വരച്ചാലും ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുകൾ വരികയല്ലേ? അങ്ങനെ ഇല്ലാതെയാണല്ലോ പ്രകാശം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നൊരു ആശയം എന്താണെന്നറിയോ? അതിരസകരമായൊരാശയം. അദ്ദേഹം പറയുന്നത്, ഇത് 5ാമത്തെ സെക്കൻഡിലെ വേവ് ഫ്രണ്ട് ആണല്ലോ. ഇനി 6ാമത്തെ സെക്കൻഡിലെ വേവ് ഫ്രണ്ട് നിങ്ങൾക്ക് വേണമെന്നിരിക്കട്ടെ. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? 5ാമത്തെ സെക്കൻഡിലെ വേവ് ഫ്രണ്ടിൽ നിങ്ങൾ കുറച്ച് പോയിൻറ്റ്സ് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഉണ്ട്. അതിലെ 3 പോയിൻറ്റ്സാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്നും പുതിയ വേവുകൾ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കണം. ദാറ്റ് ഈസ്, അതാണ് ഹൈജൻസിൻ്റെ ഐഡിയ. നമ്മൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്നാ പറയുക. എന്താ ഹൈജൻസ് പ്രിൻസിപ്പിൾ? എവരി പോയിൻ്റ്, not only 1 or 2 points, every point on a wave front is a source of secondary waves. ഓക്കെ, ഓരോ പോയിന്റിൽ നിന്നും പുതിയ വേവുകൾ ഉണ്ടാകുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടുന്ന് കാൻഡിലിൽ നിന്ന് പ്രകാശം ഇവിടെ എത്തി ഓരോ പോയിന്റിൽ നിന്നും വീണ്ടും പ്രകാശം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ റിഗറസ് ആയ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിൽ ഇത് ശരിയാണ്. ഓക്കെ, ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, ഇപ്പോൾ ഇവിടുന്ന് 1 സെക്കൻഡ് കഴിയുമ്പോൾ പ്രകാശം എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് ഇത് വരച്ചതുപോലത്തെ സർക്കിൾ വരയ്ക്കുക. 1 സെക്കൻഡ് കഴിയുമ്പോൾ എത്തിയതാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ C റേഡിയസിൽ വരയ്ക്കണം. ഇങ്ങനെ. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ, ഇവിടെ അതേപോലെ തന്നെ. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഇങ്ങോട്ട് സോളിഡ് ലൈനും പുറകോട്ട് ഡോട്ടഡ് ലൈനും ഇട്ടത്. എന്താ കാരണം എന്നറിയോ? കേൾക്ക്. 1 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പോൾ പ്രകാശം ഈ എൻവലപ്പിൽ എത്തിയിട്ടുണ്ടാകും. ദിസ് ഈസ് ദ വേവ് ഫ്രണ്ട് അറ്റ് 6 സെക്കൻഡ്സ്. ഇത് നിങ്ങൾ T സെക്കൻഡ്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് T+Δt എന്ന് ജനറലൈസ് ചെയ്തും എഴുതാം. ഇപ്പോൾ Δt എന്നുള്ളത് 1 സെക്കൻഡായിട്ട് എടുക്കുക. ഓക്കെ, സംഭവം എന്താണെന്നറിയോ? ഇവിടുന്ന് പ്രകാശം അപ്പോൾ 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്ന് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ബാക്ക്വേർഡ് വേവ് ഫ്രണ്ട് ഇല്ലേ, അവിടുന്ന് പ്രകാശം വീണ്ടും മെഴുകുതിരിയിലേക്ക് തന്നെ വരുമെന്ന കൺസെപ്റ്റും വരില്ലേ?
അതിന് അദ്ദേഹം പറയുന്നത് ദർ ഇസ് നോ ബാക്ക്വേർഡ് വേവ് ഫ്രണ്ട്. ബാക്ക്വേർഡ് വേവ് ഫ്രണ്ട് എന്നൊരു സങ്കല്പം ഇല്ല, പ്രകാശം മുന്നോട്ട് മാത്രമേ പോവുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആളുകൾ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ തിയറി വിശ്വസിച്ചില്ല. പക്ഷേ ഈ സങ്കല്പം തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രകാശത്തിൻ്റെ പല പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ശരിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ വേവ് ഫ്രണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ഈ വേവ് ഫ്രണ്ടിന് പെർപെൻഡിക്കുലറായിട്ടാണ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുക. അത് ഹൈജൻസിൻ്റെ അടുത്ത ഒരു ഐഡിയ ആണ്. എങ്ങനെയാണ്? എനർജി ട്രാൻസ്മിഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫ്രണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഇങ്ങനെ പ്രകാശം വരികയാണെങ്കിൽ എനർജി ഇങ്ങോട്ട് പോകുന്നു എന്നല്ല അർത്ഥം. അപ്പോൾ വേവ് ഫ്രണ്ട് ഇങ്ങനെയായിരിക്കും, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, അതൊരു കോൺവെക്സ് ലെൻസിലേക്ക് വീഴുകയാണെങ്കിൽ പ്രകാശം ഇങ്ങനെ കൺവേർജ് ചെയ്ത് വരികയല്ലേ ചെയ്യുക. അപ്പോൾ കോൺവെക്സ് ലെൻസ് കഴിഞ്ഞിട്ടുള്ള വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലറായി വരയ്ക്കണമെങ്കിൽ ഇങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട്. ശ്രദ്ധിച്ച് വരയ്ക്കണേ. ഇനി നിങ്ങൾക്ക് ഈ പ്രകാശം വീഴുന്ന ഒരു കോൺകേവ് ലെൻസിലേക്കാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ പ്രകാശം ഡൈവേർജ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട്. ഓക്കെ, ഇനി ഇതൊരു പ്രിസത്തിലേക്കാണ് വീഴുന്നതെങ്കിലോ ഇങ്ങനെ പ്രകാശം ലൈറ്റ് എനർജി ചെരിഞ്ഞാണ് പോവുക. അവിടെ ഡീവിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ പ്രിസം ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീണ്ടും പ്ലെയിൻ വേവ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ആ വേവ് ഫ്രണ്ട് എന്നുള്ള കൺസെപ്റ്റ്. എന്തിനാണ് ഈ വേവ് ഫ്രണ്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആ പ്രകാശത്തിൻ്റെ സ്പ്രെഡിങ് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ വേവ് ഫ്രണ്ട് എന്ന ആശയം ഉപയോഗിച്ച് അതിമനോഹരമായിട്ട് റിഫ്രാക്ഷൻ്റെ സ്നെൽസ് ലോ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യവും ഇനി പറയുന്ന ഈ കാര്യവും ഈ ഹൈജൻസ് പ്രിൻസിപ്പിളുമാണ്. അപ്പോൾ ഹൈജൻസ് എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ റിഫ്രാക്ഷൻ വിശദീകരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. നോക്കുക, ഇങ്ങനെ ഒരു സർഫസ് ഓഫ് സെപ്പറേഷൻ, ഇവിടേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നു, പ്രകാശം ഇങ്ങനെ വന്ന് വീഴുന്നു. പടം ഞാൻ വരയ്ക്കുന്നത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വരയ്ക്കണം. അപ്പം ഇങ്ങനെയായിരുന്നു പ്രകാശം പോവേണ്ടിയിരുന്നത്. ഓക്കെ, സർഫസ് ഓഫ് സെപ്പറേഷൻ വന്നപ്പോൾ നമ്മൾ നോർമൽ വരയ്ക്കുന്നു. നോർമൽ വരച്ചു. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക്, അല്ലെങ്കിൽ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക്, അല്ലെങ്കിൽ V1 വെലോസിറ്റിയുള്ള മീഡിയത്തിൽ നിന്ന് V2 വെലോസിറ്റിയുള്ള മീഡിയത്തിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ എഴുതുന്നു. λ1 വേവ് ലെങ്ത് ഉള്ള മീഡിയത്തിൽ നിന്ന് λ2 വേവ് ലെങ്ത് ഉള്ള മീഡിയത്തിലേക്ക്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി ചേർക്കണേ. ഇങ്ങനെയാണ് ആ റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഈ മീഡിയത്തിൽ നിന്ന് ഈ മീഡിയത്തിലേക്ക്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ഉള്ള മീഡിയത്തിൽ നിന്ന് N2 ഉള്ള മീഡിയത്തിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിന്നെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എഴുതിയാൽ മതി. ഇനി റയറിൽ നിന്ന് ഡെൻസറിലേക്ക് ആയതുകൊണ്ട് ഇറ്റ് ബെൻസ് ടുവേർഡ്സ് ദ നോർമൽ. ഇങ്ങനെ ആയിരിക്കും റിഫ്രാക്റ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ പ്രകാശം പോകുന്നു. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, ഇതും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R, ഇതും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R. ഇനി വേവ് ഫ്രണ്ട് വരയ്ക്കുകയാണ്. ഇതാണ് പ്രകാശം പോകുന്നതെന്ന് വെച്ചാൽ വേവ് ഫ്രണ്ട് ഇതിനെ പെർപെൻഡിക്കുലറായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ വേവ് ഫ്രണ്ട് വരയ്ക്കുന്നത് നോക്കുക. ഇതാണ് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട്. ഇതിന് പെർപെൻഡിക്കുലറായിട്ടല്ലേ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ശ്രദ്ധിച്ച് വരയ്ക്കണേ. ഇനി ഞാൻ പേര് കൊടുക്കുന്നു A, B, C. ഇത് എന്നെടുക്കുന്നു, ഈ പോയിൻ്റ്. ഓക്കെ, ഇനി ചില ആംഗിളുകൾ മാർക്ക് ചെയ്യുന്നത് നോക്കുക.
ഇത് ഐ ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ ആയിരിക്കും. അപ്പം ഇതും ഐ ആയിരിക്കും. ഓക്കെ. ഇനി ഇത് ആറാണെങ്കിൽ ഇത് 90 മൈനസ് ആറായിരിക്കും. അപ്പോൾ ഇതും ആറായിരിക്കും. ഇനി നിങ്ങൾ പടം ഇത് നോക്കി വരയ്ക്കണം. ഇത്രയും ഡാറ്റ പടത്തിൽ ഉൾക്കൊള്ളിക്കണം. ഓക്കെ. അതിന് ശേഷം എഴുതുന്നത് നോക്കിക്കേ. സൈൻ ഐ ഞാൻ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഐ. സൈൻ ഐ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ എ സി ആയിരിക്കും. ഓക്കെ. ഇവിടെ നിന്ന് ഇനി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ബീം ഓഫ് ലൈറ്റ് വന്ന് വീണിട്ട് ഇങ്ങനെ പോകണം എങ്കിൽ ഈ ദൂരം ബി സി എന്ന് പറയുന്ന ഈ ദൂരം V1 ഇൻറ്റു ടി ആണെന്ന് എടുക്കുക. എങ്കിൽ ഈ ദൂരം V2 ഇൻറ്റു ടി ആയിരിക്കണം. അതായത് ഈ വേവ് ഫ്രണ്ട് ഇവിടെ എത്തുന്ന സമയം കൊണ്ട് ഈ ഭാഗം ഇവിടെ എത്തണം. എങ്കിലേ അതിനൊരു ബീമായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബി സി എന്ന ദൂരത്തെ ഞാൻ ദിസ് ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എ സി എന്ന് എഴുതുന്നു. അതേപോലെ സൈൻ ആർ എന്ന കാര്യത്തെ നമ്മൾ എ ഇ ബൈ എ സി എന്ന് എഴുതുന്നു, വിച്ച് ഈസ് V2 ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ എ സി. നൗ ഐ റൈറ്റ് സൈൻ ഐ divided by sin r is equal to sin I by sin r is equal to ഇതിനെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് V1 by V2. V1 എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രകാശത്തിൻ്റെ വെലോസിറ്റിയാണ്. V2 എന്നത് ഇവിടെയുള്ള പ്രകാശത്തിൻ്റെ വെലോസിറ്റിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സി ഡിവൈഡഡ് ബൈ വി ആണ്. എന്താ സി ബൈ വി എന്ന് പറഞ്ഞാൽ അർത്ഥം? സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ, വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. അപ്പോൾ വി മീഡിയമാണ്. ഓക്കെ. ഇനി ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ആണ്. അപ്പോൾ ഇത് 1.3 ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁻⁸ ഡിവൈഡഡ് ബൈ 1.3 ഈസ് ഈക്വൽ ടു, ഇത് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? 2.3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ പ്രകാശത്തിൻ്റെ വെലോസിറ്റിയുമായി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ആശയം. അതെങ്ങനെയാണ്? വെലോസിറ്റി കൂടുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുകയായിരിക്കും. ഉദാഹരണത്തിന് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഗ്ലാസിൻ്റേത് 1.5 ആണ്. വെള്ളത്തിൻ്റേത് 1.3 ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ ഗ്ലാസിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2.3ക്ക് പകരം 2 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഗ്ലാസിൽ ലൈറ്റ് 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിൽ പോകുമ്പം വെള്ളത്തിൽ 2.3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് പോവുക. എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുന്നു. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നിങ്ങൾക്ക് അങ്ങനെയും ബന്ധിപ്പിക്കാം. അതായത് ഗ്ലാസ് ലൈറ്റിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത് എയറിലാണ്. വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയും. എത്ര കുറയും എന്നുള്ളതിൻ്റെ ഒരു ഇൻഡെക്സാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ന്യൂട്ടൻ്റെ കാലത്ത് നേരെ തിരിച്ചാണ് കരുതിയിരുന്നത്. ന്യൂട്ടൺ കരുതിയിരുന്നത് പ്രകാശത്തിന് ഏറ്റവും കുറവ് വെലോസിറ്റിയാണ് എയറിൽ. മറ്റൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വർദ്ധിക്കുന്നു. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു എന്നായിരുന്നു ന്യൂട്ടൻ്റെ കൺസെപ്റ്റ്. ഹൈജൻസിൻ്റെ കൺസെപ്റ്റ് അങ്ങനെയല്ല, നേരെ തിരിച്ചിട്ടാണ്. അത് ആ ആശയത്തിൻ്റെ തുടക്കം ഇവിടെയാണ്. ആശയം മനസ്സിലായോ?
മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വെലോസിറ്റി എത്ര കുറയുന്നു എന്നതിൻ്റെ സൂചനയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ആശയം നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കണം. ഈ ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സോ ഐ ആം റിമൂവിങ് ദിസ് പാർട്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മളുടെ ടേംസിലേക്ക് നമ്മളിത് എങ്ങനെയാണ് മാറ്റുക? V1 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ N1 ആൻഡ് V2 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ N2. അപ്പോൾ നമുക്ക് സൈൻ ഐ ബൈ സൈൻ ആർ എന്തെന്ന് കിട്ടും? N2 ബൈ N1 എന്ന് കിട്ടും. അത് നമ്മളുടെ സ്നെൽസ് ലോ തന്നെയാണ്. അപ്പോൾ സ്നെൽസ് ലോയുടെ പ്രൂഫാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ക്രിസ്റ്റ്യൻ ഹൈജൻസ് അദ്ദേഹത്തിൻ്റെ വേവ് തിയറി ഉപയോഗിച്ച് ലോ ഓഫ് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്നതാണ് ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ രസത്തിന് പറഞ്ഞ് ചേർക്കുകയാണ്, നിങ്ങൾ കേൾക്കുക. ഇവിടെ നമുക്കറിയാം V1 ബൈ V2 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റേഷ്യോ ആയിരിക്കണമല്ലോ അത്. അപ്പോൾ ഇത് BC ഡിവൈഡഡ് ബൈ AE ആയിരിക്കണം. ദിസ് ഈസ് ഈക്വൽ ടു ഇത് ഇവിടെയുള്ള ഒരു വേവ് ലെങ്ത് ആണെങ്കിൽ ഇത് മറ്റേ മീഡിയത്തിലുള്ള വേവ് ലെങ്ത് ആയിരിക്കണം. അതായത് ഇഫ് ദിസ് ഈസ് ഈക്വൽ ടു λ1 ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു λ2. അതായത് BC λ1 ആണെങ്കിൽ ഇത് λ2 ആയിരിക്കണം അല്ലേ? അതിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷനെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. V1 ബൈ λ1 ഇസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ λ2. ഇനി നിങ്ങൾക്ക് എത്ര മീഡിയത്തിലേക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? V ബൈ λ ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് അർത്ഥം. എന്താ ശരിക്കും ഒരു വേവിനെ സംബന്ധിച്ച് V ബൈ λ അല്ലെങ്കിൽ C ബൈ λ അല്ലെങ്കിൽ വെലോസിറ്റി ബൈ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി. ഇത് ഫ്രീക്വൻസിയാണ്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങനെയാണ് അപ്പോൾ സംഭവങ്ങളുള്ളത്. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പം വെലോസിറ്റി കുറയുന്നു, വേവ് ലെങ്ത് കുറയുന്നു, പക്ഷേ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അപ്പം പ്രകാശത്തെക്കുറിച്ച് ന്യൂട്ടൻ്റെ കാലത്തുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾക്ക് മാറ്റം വന്നു ക്രിസ്റ്റ്യൻ ഹൈജൻസിൻ്റെ ഈ ആശയത്തോടു കൂടി. അപ്പോൾ ന്യൂട്ടണും ഹൈജൻസും തമ്മിൽ വളരെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. നമുക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുകയാണ്. പക്ഷെ ഒരു വളരെ രസകരമായൊരു കാര്യം നിങ്ങളിത് കേൾക്ക്. ഈ പ്രകാശത്തിൻ്റെ വെലോസിറ്റിയെ സംബന്ധിച്ച്, അതായത് ഒരു ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ വെലോസിറ്റി കൂടുന്നു എന്ന് അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലാക്കിയത്? നിങ്ങളിത് കേൾക്ക്. ഈ റിഫ്രാക്ഷൻ എന്താണെങ്കിലും ഇങ്ങോട്ടാണല്ലോ. അപ്പോൾ അതിനൊരു കോമൺ സെൻസ് എക്സാമ്പിൾ നമ്മൾ പറയാൻ പോകുന്നു. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഒരു റോഡ് സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു റോഡ്, ഓക്കെ. ഈ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷ വരികയെന്നിരിക്കട്ടെ. ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇത് വേറൊരു തരം റോഡാണ്. നോക്കി, ഇത് മാർഷിയായ റോഡാന്നിരിക്കട്ടെ, ചെളിയുള്ള റോഡാണ്, ചെളിയുള്ള റോഡ്. അപ്പോൾ ഓട്ടോറിക്ഷ ഇങ്ങനെ വന്നു. ഓട്ടോറിക്ഷ ഇങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഓട്ടോറിക്ഷയ്ക്ക് 3 ചക്രങ്ങളല്ലേ ഉണ്ടാവുക. ഒന്നാമത്തെ ചക്രം ഇവിടെ എത്തി ചെളിയിലേക്ക് ഇറങ്ങി. രണ്ടാമത്തെ ചക്രം ഇപ്പോഴും റോട്ടിൽ തന്നെ, നല്ല റോട്ടിലാണുള്ളത്. മൂന്നാമത്തെ ചക്രം ഇവിടെയാണ്. ഇതിനെ ഡ്രൈവർ പിടിച്ചിട്ടുണ്ട്, ഈ ചക്രത്തിന്. അതുകൊണ്ട് ഈ ചക്രത്തിന് തിരിയാൻ പറ്റില്ല, നേരെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ചെളിയുള്ള റോട്ടിലേക്ക് കടന്നു കഴിയുമ്പം പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ ടയർ സ്ലോ ആയി പോകും അല്ലേ? ഈ ടയർ സ്ലോ ആയി പോയും ഇത് നന്നായി കറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് നേരെ പോകാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെ പോകുന്ന ഓട്ടോറിക്ഷയുടെ ഈ ഭാഗം സ്ലോ ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോറിക്ഷ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും. അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ് വന്നിട്ട് അതിൻ്റെ പാർട്ട് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് ആസ് എൻ്റെ മീഡിയം വെർ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ലോ, വെലോസിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓട്ടോറിക്ഷയ്ക്ക് സംഭവിച്ച കാര്യം സംഭവിക്കും, പ്രകാശം ഇങ്ങോട്ട് തിരിയും. അപ്പോൾ പ്രകാശത്തിന് ഈ മീഡിയത്തിൽ വെലോസിറ്റി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ തിരിയുന്നതെന്ന് അതെന്തുകൊണ്ടായിരിക്കും ന്യൂട്ടന് മനസ്സിലാവാതെ പോയത്? എന്താണെങ്കിലും ന്യൂട്ടൺ അതിനെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു എക്സാമ്പിൾ അല്ലേ? ഇനി വേറെ കാര്യമുണ്ട്. ഇങ്ങനെയാണ് റോഡ് എന്നിരിക്കട്ടെ, ഇങ്ങനെ അങ്ങനെയാണ് റോഡെങ്കിൽ ഇങ്ങനെ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ ഒരേപോലെ പൊക്കോളും അല്ലേ? അപ്പോൾ റിഫ്രാക്ഷൻ ഒട്ട് ഇല്ല താനും. നല്ല ഒരു വിസ്തീകരണമല്ലേ നമ്മൾ റിഫ്രാക്ഷന് കൊടുക്കുന്നത്. ഓക്കെ,
നമുക്ക് വേവ് തിയറിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഇത് റിഫ്രാക്ഷൻ്റെ വിശദീകരണമാണ് നൽകിയത്. റിഫ്ലക്ഷൻ്റെ വിശദീകരണം കൂടിയുണ്ട്. അത് ബുക്കിൽ നോക്കി നിങ്ങൾ പഠിക്കണം. വളരെ എളുപ്പമാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ അത് പറഞ്ഞു വയ്ക്കാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ്, അവിടേക്ക് പ്രകാശം ഇങ്ങനെ വന്നു വീഴുന്നു. നിങ്ങൾ ബുക്കിലും കൂടെ നോക്കി അത് പഠിക്കണം. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേൾക്കണേ, ഇത് നോർമൽ വരയ്ക്കുന്നു. ഇത് ഐ ആണ്, ഇത് ആറാണ്. ഇത് ഐ ആണ്, ഇത് ആറാണ്. ഇത് ഐ ആണെങ്കിൽ ഇത് 90 മൈനസ് ഐ ആണ്. ഇത് ആറാണെങ്കിൽ ഇത് 90 മൈനസ് ആറുമാണ്. ഈ വരയ്ക്കുന്നത് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടാണ്. ഈ വരയ്ക്കുന്നത് ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടുമാണ്. അപ്പം ഈ സൈഡും തുല്യമായിരിക്കണം, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ആർ ആയിരിക്കണം. അതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. അത് എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ് പോളറൈസേഷൻ എന്ന പ്രോപ്പർട്ടി. അതും പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കതുകൂടെ പെട്ടെന്ന് തീർക്കാം. ഈ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രകാശത്തിന് ഈ പോളറൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു ക്യാൻഡിൽ തെളിച്ച് വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് പ്രകാശം ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. അത് വേവ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചില്ലേ? അവിടെ നമ്മൾ പഠിച്ചു പ്രകാശം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. എന്നുവെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഇതിലെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഒപ്റ്റിക് വെക്റ്റർ എന്നാണ് വിളിക്കുക, അല്ലെ ലൈറ്റ് വെക്റ്റർ എന്നാണ് വിളിക്കുക. കാരണം അത് കണ്ണിൽ വീഴുമ്പോഴാണ് അത്രയും നമ്മൾ വസ്തുക്കളെ കാണുന്നത്. അപ്പം പ്രകാശം ഇങ്ങനെ പോകുന്ന സമയത്ത് കുറേ വേവ്സ് ഇങ്ങനെ പോകുമ്പം ഇങ്ങനെ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും. എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. സോ ദർ ഈസ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇൻ ഓൾ ഡയറക്ഷൻസ് എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ ഇതിനെ ഒരു പോളറോയിഡ് ഷീറ്റിൽ കൂടെ കടത്തിവിടുക. പോളറോയിഡ് ഷീറ്റിന് ഒരു പാസ് ആക്സിസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ആക്സിസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിന് പാരലായ ലൈറ്റ് റേസിനെ മാത്രമേ അത് കടത്തിവിടുള്ളൂ. പെർപെൻഡിക്കുലറായിട്ട് വരുന്നതിനെ അത് അബ്സോർബ് ചെയ്യും. അപ്പം ഇത് രണ്ടെണ്ണം ഉണ്ടെന്ന് നമ്മൾ കാണിച്ചേക്കണേ. ഇപ്പം ഇങ്ങനെ പാരലലും ഉണ്ട്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ഉണ്ടെന്നാണ് കാണിച്ചേക്കണേ. ഇതിൽ ഒരു ഡയറക്ഷനിലുള്ളതിനെ അത് അബ്സോർബ് ചെയ്യും. എന്ന് വെച്ചാൽ ഇങ്ങനെ റാൻഡം ഡയറക്ഷനിലുള്ളതിൽ പകുതി എണ്ണതിനെ അബ്സോർബ് ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ പോളറോയിഡ് ഷീറ്റിൽ കൂടെ കടന്നു വരുന്ന ലൈറ്റിൽ എല്ലാ ഡയറക്ഷനിലേക്കും ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉണ്ടാവില്ല. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ കാണിച്ചേക്കുന്നത്, അതുണ്ടാവത്തില്ല. ഓക്കെ, ഇനി ഈ ഷീറ്റ് എങ്ങനെ തിരിച്ചു നോക്കുകയെന്നിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കുറയില്ല. ഇവിടെ ഉള്ളതിൻ്റെ ഹാഫ് ഇൻറ്റൻസിറ്റിയെ ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം പകുതി അബ്സോർബ് ചെയ്ത് പോയി എന്നാണ് നമ്മളുടെ സങ്കല്പം. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഉള്ളൂ. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിനെ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. പോളറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെസ്ട്രിക്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ഇൻ ടു വൺ ഡയറക്ഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? മറ്റ് ഡയറക്ഷനിലേക്കുള്ള പകുതി മറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. അതിനെ അബ്സോർബ് ചെയ്തിട്ടാണ് പോളറോയിഡ് ഷീറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ വേറൊരു പോളറോയിഡ് ഷീറ്റ് വെച്ചു എന്നിരിക്കട്ടെ. വേറൊരു പോളറോയിഡ് ഷീറ്റ് വെച്ചാൽ ഇതേ ലൈറ്റ് ഇങ്ങോട്ട് കടന്നു വരും. ഇതിൻ്റെയും പാസ് ആക്സിസ് പാരലായിട്ട് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഇതേ ലൈറ്റ് കടന്നു വരും. നിങ്ങൾ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കടന്നു വരുന്ന പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഇങ്ങോട്ട് വീഴുന്ന പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ ഇവിടെ വരുന്ന പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി I0 cos² phi ആയിരിക്കും. വേർ phi ഈസ് ദ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ഈസ് ട്വിസ്റ്റഡ് എന്നാണ്.
ഈ ആശയത്തെ നമ്മൾ മാളൂസ് ലോ എന്നാണ് പറയുക. മാളൂസ് ലോ. ഇത് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല. നമുക്കറിയേണ്ടത് ഇങ്ങനെ പ്രകാശത്തെ പോളറൈസ് ചെയ്യുന്ന ഒരു രീതി ബ്രൂസ്റ്റർ എന്ന ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കി. അതിനെക്കുറിച്ചാണ് പറയേണ്ടത്. അത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. 3 കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന പ്രകാശം ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് വീഴുക എന്നിരിക്കട്ടെ, ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് വീഴുക എന്നിരിക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശം ഇങ്ങനെ വന്ന് വീണിട്ട് വന്ന് വീഴുന്ന പ്രകാശത്തിനെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഇങ്ങനെയാണ് കാണിക്കുക. എന്താണ് അർത്ഥം? ഇതിന് എല്ലാ ഡയറക്ഷനിലും ഇലക്ട്രിക് ഫീൽഡുണ്ട്, അല്ലെങ്കിൽ ഇത് അൺപോളറൈസ്ഡ് ആണെന്നാണ് കാണിക്കുക. അങ്ങനെ വന്നു വീഴുന്ന പ്രകാശം ഇങ്ങനെ നേരെ പോകുന്നതിന് പകരം കുറച്ച് റിഫ്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ടും പോകും. ഭാഗികമായിട്ട് റിഫ്രാക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. കുറേ ഭാഗം ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി ബ്രൂസ്റ്റർ കണ്ടെത്തിയ കാര്യം എന്താണെന്നറിയോ? 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഏതോ ഒരു പ്രത്യേക ആംഗിളിൽ ഈ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ, റിഫ്ലക്റ്റഡ് അല്ലേ? ഏതോ ഒരു പ്രത്യേക ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് പൂർണ്ണമായും പോളറൈസ്ഡ് ആണ്. നോക്കിക്കേ, മറ്റതില്ല, പൂർണ്ണമായിട്ടും പോളറൈസ്ഡ് ആണ്. ആ ആംഗിളിനെ നമ്മൾ പോളറൈസിങ് ആംഗിൾ പി എന്നാണ് വിളിക്കുക. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ രണ്ടിനും പി എന്ന് എഴുതി. ഓക്കെ, സോ പോളറൈസിങ് ആംഗിൾ ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് the reflected light is fully polarized. അതാണ് അദ്ദേഹം കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഏതോ ഒരു പ്രത്യേക ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളി പോളറൈസ്ഡ് ആണെന്ന് പറഞ്ഞില്ലേ? ആ ആംഗിളിനെ അദ്ദേഹം പോളറൈസിങ് ആംഗിൾ എന്നാണ് വിളിക്കുക. നമ്മളതിനെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്നും വിളിക്കും. ഇനി ഈ പോളറൈസിങ് ആംഗിളിൻ്റെ ടാൻ തീറ്റ കണ്ടുപിടിച്ചാൽ, അതായത് ടാൻ പി ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? സൈൻ പി ഡിവൈഡഡ് ബൈ കോസ് പി ഈസ് ഈക്വൽ ടു എൻ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇനി മൂന്നാമത്തെ കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് മാർക്ക് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ അദ്ദേഹം കണ്ടെത്തിയ? ഇത് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ അല്ലെങ്കിൽ പോളറൈസിങ് ആംഗിളിൽ ആകുമ്പോൾ റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും അന്യോന്യം പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഏതോ ഒരു പ്രത്യേക ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞില്ലേ? ആ കാര്യം സംഭവിക്കുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ സ്നെൽസ് ലോ കൊടുക്കുക. സ്നെൽസ് ലോ പറയുന്നത് എന്താ? സൈൻ പി ഡിവൈഡഡ് ബൈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആയതുകൊണ്ട് ഞാൻ പി എന്ന് എഴുതി. സൈൻ പി ഡിവൈഡഡ് ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നല്ലേ? അതിനകത്തേക്ക് നമ്മൾ ഈ ആശയം കൂടെ കൊടുക്കുക. സൈൻ പി ഡിവൈഡഡ് ബൈ കോസ് പി. ഇപ്പം നമ്മൾ എഴുതിയത് സൈൻ ആർ ഈസ് ഈക്വൽ ടു കോസ് പി എന്നല്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? സൈൻ പി ഡിവൈഡഡ് ബൈ സൈൻ 90 മൈനസ് പി, അങ്ങനെ എഴുതാം. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ അർത്ഥം? ആർ ഈസ് ഈക്വൽ ടു 90 മൈനസ് പി ഓർ ആർ പ്ലസ് പി ഈസ് ഈക്വൽ ടു 90. ആർ പ്ലസ് പി 90 ആണെങ്കിൽ ബാക്കി ആംഗിൾ 90 ആയിരിക്കും. സിമ്പിൾ. ബ്രൂസ്റ്ററിൻ്റെ കണ്ടുപിടുത്തങ്ങളായിട്ട് 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ദർ ഈസ് എ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ, ദ ആംഗിൾ അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് ഫുള്ളി പോളറൈസ്ഡ്. ദ സെക്കൻഡ് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ. ഈ ആശയത്തെ നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോ എന്നാണ് പറയുക, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടാൻജൻറ്റ് ഓഫ് ദി ആംഗിൾ ഓഫ് പോളറൈസേഷൻ ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദ തേർഡ് ഈസ് അറ്റ് ദ പോളറൈസിങ് ആംഗിൾ റിഫ്ലക്റ്റഡ് ആൻഡ് റിഫ്രാക്റ്റഡ് റേസ് ആർ നോർമൽ ടു ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ ഈ 2 ചാപ്റ്ററിൽ നിന്ന്. ഇനിയും നമുക്ക് കുറേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് പഠിച്ചു നിർത്തുകയാണ്. നന്നായിട്ട് പഠിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 100% മാർക്ക് ഉറപ്പിക്കാം.
നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കാണാം. താങ്ക് യു.